തുടരുന്നു. ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ KSRTC ബസ്സിന് ബ്രേക്ക് തകരാർ ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഗിയർ മാറ്റാത്തതാണ് അപകടത്തിന് കാരണം എന്നാണ് സംശയം. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ നേരത്തെ പറഞ്ഞിരുന്നു. ഡാമേജുകളെല്ലാം പരിശോധിച്ച് അതിന്റെ വണ്ടിപ്പെരിയാർ ജോയിന്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കും. പിന്നെ മൊത്തത്തിലുള്ള ഒരു പ്രിലിമിനറി റിപ്പോർട്ട് ഇന്നലെ ഞങ്ങളുടെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബ്രേക്ക് ഡ്രം അഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. വീലഴിച്ച് അത് ഇവിടെ ഇട്ട് അഴിച്ച് പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത തന്നെ ഒരു പൊൻകുന്നം ഡിപ്പോയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അതുകൂടി അഴിച്ച് പരിശോധിച്ചിട്ട് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ തരും. പ്രാഥമിക പരിശോധനയിൽ ഇതെല്ലാം ഫംഗ്ഷനിങ് ആണ്, ബ്രേക്ക് സിസ്റ്റങ്ങളെ ഫംഗ്ഷനിങ് ആണ്. പിന്നെ ഇതിന്റെ ഫൈനൽ ഈ ഡ്രം അഴിച്ച് ഇവിടെ ഇട്ട് വഴിയിലിട്ട് അഴിക്കാൻ പറ്റില്ല. അത് അഴിച്ച് ഡിപ്പോയിൽ ചെന്ന് അഴിച്ച് നോക്കിയിട്ട് വണ്ടി ഇപ്പോൾ ഓടിച്ചു നോക്കാവുന്ന കണ്ടീഷനിലല്ലോ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇതിന്റെ ഈ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് എന്ത്? രാഹുൽ. വിജിത്ത്, മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദമായ പരിശോധനയാണ് ഈ KSRTC ബസ്സിൽ നടത്തിയത്. അതിന് എയർ ബ്രേക്ക് സിസ്റ്റമാണ്, അതിന് തകരാറില്ല എന്ന് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിധത്തിൽ ചെറിയ ഗിയറിൽ ഇറങ്ങി വന്നതാണോ ഈ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കണം. അതായത് ലൈനർ ചൂടായി ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ വീല് അഴിച്ച് പരിശോധന ഉൾപ്പെടെ നടത്തും എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നായിരുന്നു ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പറഞ്ഞിരുന്നത്. പക്ഷേ ബ്രേക്കിന് തകരാറുകളില്ല എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം കൂടി ഈ വിഷയത്തിലുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്.